ഡിയർ ഫ്രണ്ട്സ്, ഐ ആം എം എ റഷീദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എ ബുക്ക് കോൾഡ് ഫോർ എഗ്രിമെന്റ്സ് റിട്ടൺ ബൈ ഡോൺ മിഗ്വൽ റൂയിസ്. ഹീസ് എ മെക്സിക്കൻ റൈറ്റർ, ബെസ്റ്റ് സെല്ലർ ബുക്കിന്റെ ഓതറാണ്. ലോകത്ത് ഒരുപാട് വിറ്റഴിഞ്ഞ, ഒരുപാട് ആളുകൾ പ്രാക്ടീസ് ചെയ്ത, ജീവിതത്തിൽ പകർത്തിയ ഒരു വിഷയമാണത്. ഈ പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും ഒക്കെ നിലനിർത്താനും നല്ല ബന്ധങ്ങൾ നിലനിർത്താനും സാധിക്കുന്ന തരത്തിലുള്ള 4 കരാറുകൾ, 4 അഗ്രിമെന്റ്സ് ആണ്. ദി 4 അഗ്രിമെന്റ്സ് ഓഫർ എ പവർഫുൾ കോഡ് കോണ്ടക്ട് that can rapidly transform our lives into a new experience of freedom, true happiness and love. ദി 4 അഗ്രിമെന്റ്സ്, അതായത് 4 കരാറുകൾ എന്ന് പറയുന്ന ഈ പുസ്തകം ഡോൺ മിഗ്വൽ റൂയിസ് നമ്മുടെ ജീവിതത്തെ യഥാർത്ഥ സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെയും അനുഭവത്തിന്റെ ഒരു പുതിയ നൂതന അനുഭവത്തിലേക്ക് നമ്മെ എത്തിക്കാനാകുന്ന 4 അഗ്രിമെന്റ്സ്, 4 കരാറുകൾ, 4 സ്വഭാവ പെരുമാറ്റങ്ങൾ ആണ് അവതരിപ്പിക്കുന്നത്. ഇത് ഒരു പെരുമാറ്റച്ചട്ടമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ബന്ധങ്ങളെ നിലനിർത്താനും നമ്മുടെ ലൈഫിൽ എപ്പോഴും സ്നേഹവും സന്തോഷവും ഒക്കെ നിലനിർത്താനും ഒക്കെ നമുക്ക് സാധിക്കും. അതിന് നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ആ 4 പ്രശ്നങ്ങൾ. ഒന്നാമത്തത്, ബി എംബക്കബിൾ വിത്ത് യുവർ വേർഡ്. നിങ്ങളുടെ വാക്കിൽ കുറ്റമറ്റതായിരിക്കുക. നമ്മൾ എന്ത് പറയുമ്പോഴും ഒക്കെ നമ്മുടെ ലൈഫ് നമ്മൾ വളരെ സത്യസന്ധമായി സംസാരിക്കാൻ ആഗ്രഹിക്കുക, അതുപോലെ ചെയ്യുക. നമ്മളെ ഗോസിപ്പുകള്, നുണകള്, മറ്റുള്ളവർക്ക് ദോഷകരമായ രീതിയിലുള്ള ഭാഷകള്, കളിയാക്കലുകൾ, ഇതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, ഡോണ്ട് ആസ്ക് എനിത്തിങ് പേഴ്സണലി. നമ്മുടെ ഒന്നും വ്യക്തിപരമായിട്ട് എടുക്കരുത്. നമ്മൾ ഇങ്ങനെയൊക്കെ പരിശീലിച്ചു, നമ്മൾ നല്ല വാക്കുകൾ പറയുന്നു, നല്ല രീതിയിൽ ആളുകളുടെ പെരുമാറുന്നു, സത്യസന്ധമായി പെരുമാറുന്നു. പക്ഷേ മറ്റൊരാൾ ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അയാളുടെ വാക്കുകളോ പ്രവർത്തികളോ ഒക്കെ നമുക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കിയേക്കാം. പക്ഷേ അത് നമ്മൾ വ്യക്തിപരമായി ഒരു വിഷയമായിട്ട് എടുക്കാതെ, നമ്മൾ സാധാരണ പറയാണ്ട് വലത്തെ ചെവിയിലൂടെ കേട്ട് ഇടത്തെ ചെവിയിലൂടെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ആ മനുഷ്യൻ അവിടെ പറയുന്ന ആ കാര്യം അയാളുടെ വ്യക്തിപരമായ അനുഭവത്തിന്റെയോ അയാൾ അനുഭവിച്ച എന്തെങ്കിലും പ്രയാസങ്ങളുടെയൊക്കെ ഭാഗമായിരിക്കും അയാൾ അങ്ങനെ ഒരു ഭാഷയും അങ്ങനെ അവിടെ സാഹചര്യമൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു ഭാഷയും സംസ്കാരവും ഒക്കെ അയാളിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു വലിയ വിഷയമായിട്ട് നമുക്ക് എടുക്കാതിരിക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഡോണ്ട് മേക്ക് അസംഷൻസ്. നമ്മളിപ്പോ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണെന്നിരിക്കാം, ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹം നമ്മൾ അതിലൂടെ നടന്നു പോയപ്പോൾ, നമ്മൾ അദ്ദേഹത്തിന് മുന്നിലൊക്കെ ഒന്ന് ശ്രമിച്ചപ്പോൾ, ഒന്ന് എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വേറൊരാളുകൾ സംസാരിച്ചിരിക്കുകയാണ്, നമ്മളെ മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് നമ്മളെ ശ്രദ്ധിച്ചില്ല. വാഹനത്തിൽ അദ്ദേഹം പോകുമ്പോൾ നമ്മൾ ഒന്ന് കൈ കാണിച്ചു, അദ്ദേഹം ഒന്നും പുഞ്ചിരിക്കുക പോലും ചെയ്തില്ല. നമുക്ക് തോന്നും, എന്താ വലിയ ആളായപ്പോ അല്ലെങ്കിൽ വലിയ ആളുകളുടെ കൂടെ കൂടിയപ്പോ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഇത് ചിലപ്പോൾ വലിയ വലിയ ഏറ്റവും നല്ല സൗഹൃദങ്ങൾ വരെ ഇല്ലാതാകുന്നതിനൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കുടുംബത്തിലും ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഒന്ന് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആശയവിനിമയം നടത്തി, നീ അവിടുന്ന് പോണെന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, നീ എന്തുകൊണ്ട് എന്നെ കണ്ടിട്ട് ഒന്ന് നോക്കില്ല. അപ്പൊ അദ്ദേഹം പറയാനുണ്ടായിരിക്കും. ഒരു അനുഭവത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്തോ വീട്ടിൽ ആർക്കോ അസുഖമായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും മെഡിസിൻ വാങ്ങാൻ പോകുന്ന അവസ്ഥയിലായിരിക്കും. അദ്ദേഹത്തിന്റെ ചിന്ത എപ്പോഴും അത് എവിടെ നിന്ന് കിട്ടും, വേഗം എത്തിക്കണം എന്നുള്ള ചിന്തയായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും മരണം അറിഞ്ഞുള്ള ദുഃഖത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ പരിസരത്ത് ചുറ്റുള്ള ആളുകളെ ശ്രദ്ധിക്കാനോ മൈൻഡ് ചെയ്യാനോ ചിലപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരിക്കണം എന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഡോണ്ട് മേക്ക് അസംഷൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ആൾവേസ് ഡു യുവർ ബെസ്റ്റ്. നിങ്ങൾ എപ്പോഴും നല്ലത് മാത്രം പറയുക, നല്ലത് പ്രവർത്തിക്കുക. മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു, മറ്റുള്ളവർ എങ്ങനെയാണ്, അവരെങ്ങനെയാണല്ലോ എന്നൊന്ന് ചിന്തിച്ച് ആ വ്യക്തിയോടോ അല്ലെങ്കിൽ ആ ആളുകളോടോ നമ്മുടെ ഭാഗത്തുനിന്ന് നന്മ ഇല്ലാത്ത പെരുമാറ്റം ഉണ്ടാവാൻ പാടില്ല. നമ്മളെപ്പോഴും നല്ലത് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ നന്മകൾ വിലമതിക്കപ്പെടും.
അത് നമ്മൾ ആ വ്യക്തിയും തമ്മിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാകാൻ സഹായിക്കും. അതുകൊണ്ട് പരമാവധി ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നല്ല വ്യക്തിപരമായ സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെയും ഒരു ലോകം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ 4 അഗ്രിമെന്റ്സ് എന്ന ഡോൺ മിഗ്വേൽ റൂയിസിന്റെ ഈ പുസ്തകം, അതിലുള്ള ഒരു സാരമാണ് ഞാനിവിടെ പറഞ്ഞത്. അത് സാധിക്കുന്ന ആളുകൾ ഓൺലൈനിലൊക്കെ ഈ പുസ്തകം കിട്ടാനുണ്ട്. നമുക്ക് ഈ പുസ്തകത്തിന്റെ പേരടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. അത്തരത്തിലുള്ള പുസ്തകങ്ങളും അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ സന്തോഷവും സൗഹൃദവും നിലനിർത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.